ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? നമുക്കെല്ലാവരും അടിപൊളി കുറച്ച് നാടൻ സ്നാക്സുകൾ കണ്ടാലോ? അടിപൊളിയാണ്. 3-4 റെസിപ്പി ഉണ്ട് കേട്ടോ. എല്ലാവരും കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഇട്ട് നമുക്ക് ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പശു നെയ്യാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഒന്ന് മെൽറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് നുറുക്കിയെടുത്തതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിക്കോട്ടെ കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുന്നവരെ ആ നെയ്യുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയേ. ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കട്ടെ. എത്ര വേണമെന്നുള്ളത് നിങ്ങളെ ഇഷ്ടം. ഇനി അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായുടെ പൊടി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര ഒന്ന് അലിഞ്ഞാൽ മാത്രം മതി കേട്ടോ. എത്രയും മതി. വല്ലാണ്ടങ്ങ് തേങ്ങൻ്റെ കളർ മാറാനോ ചൂടാവാനോ പാടില്ല. ഇനിയിപ്പോൾ അത് ഇറക്കി വെക്കുക. ഇനിയിപ്പോൾ അതാ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 പഴമാണ് ഞാൻ എടുത്തത് കേട്ടോ. ഒരു ഫുൾ പഴം. അത്യാവശ്യം പഴുത്ത പഴമായിരിക്കണം. തീരെ പച്ചെടുക്കരുത്. അത്യാവശ്യം പഴുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 4 പഴം ഒന്ന് തോല് പൊളിച്ചെടുക്കുക. തോല് പൊളിച്ചതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മുഴുവനത്തോടൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൽ കീറലിടുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. മുഴുവനത്തോടൊക്കെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ല തീയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു ഭാഗം ഒന്ന് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിം അല്ല കേട്ടോ. ഞാനിവിടെ മീഡിയം ഇതിലാണ് ഇട്ട് വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. പുറം ഭാഗം മാത്രം ഗോൾഡൻ കളർ ആയാൽ പോരാ. ഉൾഭാഗം ഒന്ന് ഫ്രൈ ആയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഒരുപാട് ഓവറായിട്ട് പഴുത്ത പഴം എടുക്കരുത്. അപ്പോൾ വല്ലാണ്ട് അങ്ങ് എണ്ണ കുടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ 4 പഴവും ഞാനിവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നിറച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള പഴമൊക്കെ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിലായാൽ മാത്രം ഇങ്ങനെ ഒന്ന് കീറൽ ഇട്ട് കൊടുക്കുക. ഞാൻ 2 കീറലാണ് ഇടുന്നത്. ഒറ്റ തുറക്കൽ ഇങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 ഭാഗത്തായിട്ട് 2 കീറൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തുറന്നെടുക്കുക. അറ്റം മുറിഞ്ഞു പോകരുത്. അപ്പോഴാണ് അതിനൊരു പിടുത്തം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. തേങ്ങ നമ്മൾ ഒലത്തി വെച്ച തേങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് നിറച്ച് കൊടുക്കുക. ഓരോരുത്തർക്കും എത്ര വേണമെന്നുള്ള ഈ ഒരു അളവ് കറക്റ്റാണ് 4 പഴത്തിലേക്കുള്ളത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ 1.5 കപ്പ് തേങ്ങ എന്ന് പറയുന്നത് 4 പഴത്തിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെക്കാൻ പറ്റുന്ന ഒരു പാകമാണ്. ഇനി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ചില സമയത്ത് ഞാൻ ഈ തേങ്ങൻ്റെ കൂടെ കടലപ്പരിപ്പ് വേവിച്ചും കൂടെ ചേർക്കലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കടലപ്പരിപ്പിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ല. അപ്പോൾ ഞാൻ തേങ്ങ മാത്രമാണ് ഇട്ടത്. പിന്നെ മുന്തിരിയും വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പൊരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഉണക്കമുന്തിരി. ഇപ്പോൾ ഇത് 4 ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിക്കോട്ടെ. ചൂടായതിന് ശേഷം 2 മീഡിയം സൈസുള്ള ഉള്ളി ഞാനിവിടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടുന്ന വരെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കളറിലുള്ള ഓരോന്നാണ് എടുത്തത്. ഇഷ്ടമുള്ള ക്യാപ്സിക്കം എടുക്കാം. അപ്പോൾ ഒന്ന് മഞ്ഞ ഒന്ന് പച്ച എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. അപ്പോൾ വാടി വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വാടിക്കോട്ടെ. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ. ഇനിയിപ്പോൾ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി അരച്ചതും ചേർത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ ഒനിയൻ പൗഡറും കൂടെ ചേർത്താണ്. പിന്നെ ഒറിഗാനോ, നമ്മൾ പിസ്സയിൽ ഇടുന്ന ഒറിഗാനോ ഒരു പിഞ്ച്, അതുപോലെ തന്നെ ബേസിൽ, തുളസിൻ്റെ ഇല ഉണക്കിയതാണ്, അതും ഒരു നുള്ളു ഇട്ട് കൊടുത്താണ്. പിന്നെ വേണ്ടത് പാപ്രിക്കയാണ് 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇനി പാപ്രിക്ക കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഇത് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് 300 ഗ്രാം. ഞാനിവിടെ ഗ്രിൽ ചെയ്ത ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത്. അപ്പം പൊരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമുള്ളത് എടുക്കാം. വേവിച്ചെടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ്, ബോയിൽ ചെയ്തതിനെക്കാട്ടിലും ടേസ്റ്റ് നമ്മൾ പൊരിച്ചെടുക്കുന്നതിനാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. ഇനിയിപ്പോൾ അത് 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് റോസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ബ്രെഡാണ് കേട്ടോ. 2 ബ്രെഡ് ഒന്നിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈഡൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ. സൈഡൊക്കെ നിങ്ങൾക്ക് മുറിക്കണമെങ്കിൽ മുറിക്കുക. ഞാൻ ഇങ്ങനത്തെ മുഴുവൻ തോടക്ക് തന്നെയാണ് എടുക്കുന്നത്. 2 ഒന്നിച്ച് വെച്ചിട്ട് ഈ ഒരു മുട്ടൻ്റെ മിക്സിലേക്ക്, മുട്ടയും പാലും മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. 4 ഭാഗവും ഒന്നിങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു ബ്രെഡിൻ്റെ ഇതിലേക്ക് മുക്കി കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കുക. രണ്ടെണ്ണം ഒന്നിച്ച് ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ, അത് തുറന്നു പോകുമൊന്നുമില്ല. നന്നായിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മൾ പിടിക്കുന്ന സമയത്ത് ചില സമയത്ത് ഇതിങ്ങനെ വിട്ടുപോകും. അന്നേരം ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ പിന്നെ അതിന് സൈഡ് മുറിച്ച് കളഞ്ഞിട്ട് ഇനിയിപ്പം അത് വേസ്റ്റ് ആവുകയാണ് ചെയ്യുക. എൻ്റെ അടുത്തൂടെ ആവശ്യത്തിലധികം ഇതുണ്ട്, ബ്രെഡ് ക്രംസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നിച്ച് തന്നെ എടുത്തത്. ഇനിയിപ്പോൾ അത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു മീഡിയം തീയിൽ ഇട്ടാൽ മതി കേട്ടോ, എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല. ചെറിയ തീയിലാക്കരുത്, കുറച്ചൊരു തീ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിങ്ങനെ പൊള്ളിയൊക്കെ വരും കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 4 സെറ്റായിട്ടാണ് ചെയ്യണത്. ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കി പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തീരെ എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഇതിനെ ഞാൻ രണ്ടായിട്ട് മുറിക്കുകയാണ് കേട്ടോ. പകുതി ഒന്ന് മുറിച്ച് കൊടുക്കാം. പകുതി മുറിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റും. നല്ല എന്താ പറയുക, ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡാണ്. ഉള്ളിലാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ്, തീരെ എണ്ണ ഒന്നും കയറി ഒന്നും ചെയ്യില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള ഉള്ളിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. എല്ലാം ഇങ്ങനെ മുറിച്ചിട്ടൊന്ന് തുറന്ന് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സോസ് ഞാൻ ഉണ്ടാക്കിയത് മയോണൈസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടത്. ഇനി അത് നമ്മളെ ഫില്ലിങ്ങും എല്ലാം റെഡിയാക്കി വെക്കാം. ആദ്യം നമ്മൾ ഇതിലേക്ക് ആ ഒരു സോസാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. സോസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഗാർലിക് സോസൊക്കെ വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് ആ ഒരു മയോണൈസും കെച്ചപ്പും കൂടെ മിക്സ് ആക്കി വെച്ചതില്ല, അത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയറായിട്ട് ഒന്ന് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്പ്രെഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കേണ്ടത്. ഫില്ലിംഗ് അത്യാവശ്യം നന്നായിട്ട് എല്ലാ ഭാഗവും നമ്മൾ കടിക്കുമ്പോൾ കിട്ടുന്ന രീതിയിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഹെവി ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് ഒരു പീസൊക്കെ തിന്നാൽ മതി, എന്താ പറയുക, വയറ് ഫില്ലാവും ഈ ഒരു ഒറ്റ പീസ് ഇത് കഴിക്കുമ്പോൾ തന്നെ. പ്രത്യേകിച്ച് ഇവിടെ ഉള്ള നമ്മളെ ഗൾഫ് കിട്ടുന്ന ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈസുള്ള ബ്രെഡാണ്, നാട്ടിലത്തെ പോലെ ചെറുതല്ല. അപ്പോൾ അത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു സോസ് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ബ്രെഡ് പോക്കറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഫില്ലിംഗ് ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ ഞാൻ മുട്ട പൊരിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് പുഴുങ്ങിയതിൻ്റെ ശേഷം അതിലേക്ക് മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു നുള്ളല്ല ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുക. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, അതുകൊണ്ട് കാണിക്കില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് പഫ് പേസ്റ്റ് ഷീറ്റ് ഇതാ ഞാൻ ഒരു 5 മിനിറ്റ് മുന്നേ പുറത്തെടുത്ത് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചപ്പോൾ അത് സാൻഡ്വിച്ച് മേക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്നും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്ത് വെക്കുക, അപ്പോഴാണ് അതിൻ്റെ തണുപ്പ് പോവുക. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മടക്കാൻ വേണ്ടി പറ്റും. നമ്മൾ സാൻഡ്വിച്ച് മേക്കറിൽ വെക്കണമെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് നമുക്ക് വേണ്ടി കേട്ടോ. അതൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കുക. പ്രസ് ചെയ്യേണ്ട, കാരണം അതിൽ വെക്കുന്ന സമയത്ത് തന്നെ അത് പ്രസ്സായിട്ട് വന്നോളൂ. അതുകൊണ്ട് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യരുത്, ഇങ്ങനെ മടക്കിയാൽ മാത്രം മതി. അതിങ്ങനെ എല്ലാം മടക്കിയതിന് ശേഷം ചൂടായ ഒരു സാൻഡ്വിച്ച് മേക്കറിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഓവനിലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല ക്രിസ്പി ആയിട്ടാണ് വരിക. അതിലേക്ക് 4 വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് അത്രേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തരെ ഇതിനനുസരിച്ച് സമയത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ആ ഇടയ്ക്ക് നമുക്ക് തുറന്നൊക്കെ നോക്കട്ടോ, അയിണോന്നുള്ളത് ഇടയ്ക്ക് തുറന്ന് നോക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ 4 വെച്ച് കൊടുത്തിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പം അതൊരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്, തുറന്ന് നോക്കാം. ഇപ്പം അത് അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നമ്മളെ ആ ഒരു പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ച സമയത്ത് ചോദിച്ചിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ജ്യൂസാണ് കാണിക്കുന്നത്. ജ്യൂസ് ഞാൻ ഇവിടെ സർബത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ലെമൺ ജ്യൂസ് ഒരു 3 ലെമൺ പിഴിഞ്ഞെടുത്ത നീരാണ്. അതിലേക്ക് ഇതാ ഞാൻ ഉണ്ടാക്കി വെച്ച നന്നാറി സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എത്ര വെള്ളം വേണം നോക്കിയിട്ട് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ പാത്രം നിറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് സബ്ജ സീഡാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മളെ കസ്കസ് എന്ന് പറയില്ല, വെള്ളത്തിലിടുന്ന കസ്കസാണിത്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ ഡ്രിങ്കും ഇവിടെ റെഡിയായി. ഇത്ര ഐറ്റംസ് ആണ് ഇന്നത്തെ നോമ്പ് തുറക്ക് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇനി ഞാൻ പറയാം, പപ്സ് നമ്മൾ ഒരു ഫില്ലിങ് വെക്കാണ്ടല്ല ഉണ്ടാക്കിയത്, ഇവിടുത്തെ സ്പെഷ്യലാണത്. ഞങ്ങൾ പപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പപ്സും മുട്ട പൊരിച്ചതുമാണ് കോമ്പിനേഷൻ കേട്ടോ. ആ ഒരു മുട്ട പൊരിച്ചതിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് ആ ഒരു കാലി പപ്സ് കഴിക്കുക. ഞങ്ങൾക്ക് എല്ലാ നോമ്പും 30 നോമ്പിനും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, ഞങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ മുട്ട പൊരിച്ചതും പൂരി, മുട്ട പൊരിച്ച ചപ്പാത്തി അങ്ങനെയൊക്കെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പപ്സും ഈ ഒരു മുട്ട പൊരിച്ചതുമാണ് ഞങ്ങൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഈ ഒരു കോംബോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക, അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോംബോ ആണിത്. പിന്നെ അതാ ഇന്ന് കാണിച്ച മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത് ഇതാ നമ്മളെ ബ്രെഡ് പോക്കറ്റ്, അടിപൊളി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നല്ല ബ്രെഡ് പോക്കറ്റ്.
പിന്നെ നമ്മളടുത്തെന്ന് പറയുന്നത് നല്ല നാടൻ രീതിയിലുള്ള ഒരു പഴം നിറച്ചത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എന്നാലും ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഒന്നും കൂടെ പൊടി തട്ടി എടുക്കാൻ എല്ലാവർക്കും ഓർമ്മ ആവാനും അല്ലേ. ചില സമയത്ത് നമുക്ക് നോമ്പിന് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഓരോ ദിവസം നമുക്ക് ഓർമ്മക്കുറവുണ്ടാവും, അപ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.